ആ സമയത്ത് അപ്പുറത്തേക്കുന്നവന്റെ വാഴ വെട്ടി അടിക്കാം എന്ന് ചിന്തിക്കുന്ന ചില അലവലാദികൾ. അയാളൊരു ഡോക്ടറാണോ? അയാൾക്ക് ലജ്ജയുണ്ടോ പറയാൻ? ഈ അമ്പിളി ഡോക്ടർക്ക് എന്തെങ്കിലും ഒരു പണി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് അയാളുടെ പണി എന്ന് എനിക്ക് മനസ്സിലായി. സിനിമാ നടനായ എൻ്റെ വീട്ടിലിട്ടേക്കാൻ നല്ല ടൈൽസ് ആയി ഇട്ടേക്കുന്നത്. ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ആശുപത്രി പരിശോധിച്ച് വന്ന ഒരു വീഡിയോയുടെ പേരിൽ, ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്വീകരിച്ച ഒരു വീഡിയോയുടെ പേരിൽ യാതൊരു കാരണവശാലും ആർക്കെതിരെയും ഒരു നടപടി എടുക്കരുത്. ഇവിടെ ഡോക്ടർക്കെതിരെയോ സ്റ്റാഫിനെതിരെയോ ഒരു നടപടിയും എടുക്കരുത് എന്നാണ് സ്നേഹത്തോടെ എനിക്ക് മന്ത്രിയോട് അഭ്യർത്ഥിക്കുക. അത് ആരെയും പേടിച്ചിട്ടല്ല. നമസ്കാരം. മന്ത്രി വീണ ജോർജിനെ വേദിയിലിരുത്തി തൊലിയുരിച്ച് ഗണേഷ് കുമാർ MLA. കലവൂർ ആയുർവേദ ആശുപത്രിയിൽ ഗണേഷ് കുമാർ നടത്തിയ മിന്നൽ സന്ദർശനത്തിൽ കണ്ടെത്തിയ വൃത്തിഹീനമായ ചുറ്റുപാടും അതിനെതിരെ ഗണേഷ് കുമാർ നടത്തിയ പ്രതികരണവുമെല്ലാം ഏറെ വൈറലായ സംഭവങ്ങളാണ്. ഇതിനുശേഷം നടന്ന ഒരു പൊതുചടങ്ങിൽ മന്ത്രി വീണ ജോർജ് വേദിയിലിരിക്കുമ്പോൾ ആരോഗ്യമേഖലയിലെ കുത്തഴിഞ്ഞ നടപടികളെക്കുറിച്ച് രൂക്ഷമായി വിമർശിക്കുന്ന ഗണേഷിന്റെ വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത്. മറ്റുള്ളവന്റെ പുര കത്തുമ്പോൾ വാഴ വെട്ടുന്ന ചില അലവലാദികളുണ്ടെന്നും അവരെ പോലെയുള്ളവർ ഇരിക്കുന്നിടം നന്നാവില്ല എന്നും ഗണേഷ് കുമാർ തുറന്നടിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ആ സമയത്ത് അപ്പുറത്തേക്കുന്നവന്റെ വാഴ വെട്ടി അടിക്കാം എന്ന് ചിന്തിക്കുന്ന ചില അലവലാദികൾ. അയാളൊരു ഡോക്ടറാണോ? അയാൾക്ക് ലജ്ജയുണ്ടോ പറയാൻ? ഈ അമ്പിളി ഡോക്ടർക്ക് എന്തെങ്കിലും ഒരു പണി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് അയാളുടെ പണി എന്ന് എനിക്ക് മനസ്സിലായി. സിനിമാ നടനായ എൻ്റെ വീട്ടിലിട്ടേക്കാൻ നല്ല ടൈൽസ് ആയി ഇട്ടേക്കുന്നത്. ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ആശുപത്രി പരിശോധിച്ച് വന്ന ഒരു വീഡിയോയുടെ പേരിൽ, ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്വീകരിച്ച ഒരു വീഡിയോയുടെ പേരിൽ യാതൊരു കാരണവശാലും ആർക്കെതിരെയും ഒരു നടപടി എടുക്കരുത്. ഇവിടെ ഡോക്ടർക്കെതിരെയോ സ്റ്റാഫിനെതിരെയോ ഒരു നടപടിയും എടുക്കരുത് എന്നാണ് സ്നേഹത്തോടെ എനിക്ക് മന്ത്രിയോട് അഭ്യർത്ഥിക്കുക. അത് ആരെയും പേടിച്ചിട്ടല്ല. ചില യൂണിയൻകാരന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ ഉദ്ദേശം ഞാനങ്ങ് പറയാം. ഒരു നേതാവ് TV പറയുന്ന കേട്ട്, അയാളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, അമിത്. അയാളൊരു ഡോക്ടറാണോ? അയാൾക്ക് ലജ്ജയുണ്ടോ പറയാൻ? അയാൾ ഇവിടെ ഒന്ന് കണ്ടിട്ടുണ്ടോ? അയാൾ പറയുന്നത് സ്റ്റാഫിൻ്റെ പാറ്റേൺ ശരിയല്ല. ഗവൺമെൻറ്റിനാണ് ക്ലാസ്, നമുക്കല്ല. ആയുർവേദ പട്ടാഴി തലൂർ ആയുർവേദ ആശുപത്രിക്ക് വേണ്ടിയല്ല അയാളുടെ ആവശ്യങ്ങൾ. സ്റ്റാഫ് പാറ്റേൺ കറക്റ്റ് ചെയ്യണം. അത് ഞാൻ പറഞ്ഞുതരാം. അടുത്തത്, 40 കിടക്കുള്ള ഈ ആശുപത്രിയിൽ ഒരു ക്ലീനിങ് സ്റ്റാഫേ ഉള്ളതാണ്. 2 പേരുണ്ടായിരുന്നു. മന്ത്രി പറയും, നിങ്ങൾ മനസ്സിലാക്കി, ഈ പേവാർഡുകൾക്ക് വേണ്ടി മാത്രം ഒരു സ്വീപ്പറെ ഈ ആശുപത്രിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പേവാർഡുകൾ മാത്രം വൃത്തിയാക്കാൻ. പിന്നെ HMCയിലെ ആളെ സെലക്ട് ചെയ്ത് 10 പേരെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് 2-3 പേരെ നിയമിച്ചാൽ മതി. ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ട് ഈ മുഴുവൻ ആശുപത്രിയും തൂപ്പ് തുടപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ അപകടം. ഇതിനെ 4ആയി വിഭജിച്ച് 4 പേരെ വെച്ച് തൂക്കണം. അതിന് ഗവൺമെന്റ് സ്റ്റാഫിനെ നിയമിക്കണമെന്നില്ല. HMCയിൽ നാളെ വെക്കാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. അത് എടുക്കാത്തത് ആര് തെറ്റേൻ്റെ തെറ്റാ? അതോ മന്ത്രിയുടെ തെറ്റോ? ഡയറക്ടറുടെ തെറ്റോ? എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 10 പേരുടെ പേരെഴുതി ഒരു ലിസ്റ്റ് ഇന്റർവ്യൂ ചെയ്ത് പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടില്ലേ? ഉണ്ടല്ലോ. ഇതൊക്കെ അറിയണം. നേതാക്കന്മാർ എവിടെയെങ്കിലും ഇരുന്ന് ഈ അമ്പിളി ഡോക്ടർക്ക് എന്തെങ്കിലും ഒരു പണി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് അയാളുടെ പണി എന്ന് എനിക്ക് മനസ്സിലായി. എയർ കണ്ടീഷൻ ചെയ്ത OP മുറികൾ ഉണ്ടാക്കി കൊടുത്ത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ആശാനിരിക്കുന്നിടത്തില്ല. അയാൾ പിന്നെ പറയുന്നു ബാത്റൂമിൽ ടൈലിളകി. ഇവിടെ ബാത്റൂമിൽ ടൈലൊന്നും ഇളകിയിട്ടില്ല. അതിൻ്റെ ക്ലോസറ്റിന് പുറത്തെ സീറ്റെല്ലാം അവിടെ പൊട്ടിച്ചവിടെ ഇട്ടിരുന്നു. അത് ഡോക്ടർ കാണാത്തത് കൊണ്ടും ആ പൊട്ടിയതിൻ്റെ അന്ന് തന്നെ അത് റെക്ടിഫൈ ചെയ്യാത്തതും അതിനുള്ള ഏർപ്പാട് ചെയ്യാനും ഇവിടെ HMCയിൽ പൈസ ഉണ്ട്. അത് ചെയ്യാത്തതിലുള്ള രോഷമാണ് പ്രകടിപ്പിച്ചത്. ഇവിടെ ഒരു ടൈൽസും പൊട്ടിയിട്ടില്ല. ഇവിടുത്തെ ടൈൽസ് എൻ്റെ വീട്ടിലിട്ടേക്കുന്ന ടൈൽസിനെക്കാളും നല്ല ടൈൽസാണ്. സിനിമാ നടനായ എൻ്റെ വീട്ടിലിട്ടേക്കാൻ നല്ല ടൈൽസാണ് ഇവിടെ ഇട്ടേക്കുന്നത്. ഇവിടുത്തെ ടൈൽസ് സെലക്ട് ചെയ്തത് ഞാനല്ല. പ്രത്യേകമായ ഞാനൊരു അനുവാദം കൊടുത്തതനുസരിച്ച് ഈ ഇരിക്കുന്ന ഡോക്ടർ, അമ്പിളി ഡോക്ടർ, വിഷ്ണു ഡോക്ടർ, ഇവരെല്ലാവരും കൂടി തിരുവനന്തപുരത്ത് പോയി ഏറ്റവും നല്ല കടയിൽ നിന്ന് ഏറ്റവും നല്ല സെലക്ട് ചെയ്ത് കൊടുത്ത ടൈൽസാണ് ഇതിനകത്ത് നിർമ്മിതി ഇട്ടേക്കുന്നത്. അല്ലാതെ എവിടെന്നെങ്കിലും ആക്രി വിലയ്ക്ക് കിട്ടിയ സാധനം വാങ്ങിച്ചുകൊണ്ടല്ലേ ഇട്ടേക്കുന്നത്. നിങ്ങൾ കണ്ടു നോക്കുക. റാമ്പിലാകട്ടെ, അവിടെ എവിടെ പോയി നോക്കൂ. ടൈൽസ് ഒന്നും മോശമൊന്നും ഇട്ടിട്ടില്ല. അത് അയാളുടെ ധാരണയാണ്. പിന്നെ സ്റ്റാഫിൻ്റെ എണ്ണം കൂടണം. ഇത് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്. CMOക്കെതിരെ ഒരു പരാമർശവും നടത്തിയില്ല. CMOയുടെ തന്നെ പരാമർശം നടത്തി. ഗണേഷ് കുമാർ, ഞാൻ ഈ CMO കാണുന്നത് എൻ്റെ ഒരു സഹോദരിയെ പോലെ. എൻ്റെ സഹോദരിക്കൊക്കെ സ്നേഹം കുറവാണ്. പക്ഷേ ഇവർക്ക് എന്നോട് നല്ല സ്നേഹമാണ്. എനിക്ക് ഇവരോടും സ്നേഹമാണ്. മുമ്പ് നിങ്ങൾ മനസ്സിലായിക്കൊള്ളാം, ഇവിടെ പിറന്നവർക്കേ വിരോധമുള്ളൂ. ഇവർക്ക് എന്നോട് യാതൊരു വിരോധമില്ല. എനിക്ക് അവരോട് സ്നേഹമാണ്. മുമ്പ് അവർ ചെയ്യാത്തൊരു കുറ്റത്തിന് അവർക്ക് സസ്പെൻഷൻ ഓർഡർ അടിച്ച് ഒരു സന്ധ്യ സമയത്ത് ഇവിടെ കൊണ്ട് കൊടുത്തു പോയിട്ടുണ്ട്. ഓർഡർ കൊടുത്ത ആളെ കുണ്ടറക്കിയിട്ട് തിരിച്ചു പിടിച്ചുകൊണ്ടെന്ന് ഓർഡർ തിരിച്ചു വാങ്ങിക്കാനുള്ള സ്നേഹം ഞാൻ കാണിച്ചിട്ടുണ്ട്. അറിയാം. ഈ അമ്പിളി ഡോക്ടറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഇവിടെ കൊണ്ട് സെർവ് ചെയ്തിട്ട് പോയി. ഇവിടുത്തെ ഓഫീസ് ക്ലർക്കിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പോയി. അവർ നിലവിളി തുടങ്ങി. അമ്പിളി ഡോക്ടർ ഇവിടെ ഇല്ല. ഈ ഉത്തരവ് അന്നത്തെ സെക്രട്ടറി, ആരോഗ്യവകുപ്പ് സെക്രട്ടറി വിളിച്ചു പറഞ്ഞത് അനീതിയാണെന്ന് ബോധ്യപ്പെടുത്തി കൊണ്ടു കൊടുത്തിട്ട് അയാൾ കുണ്ട്ര എത്തി ആൾ തിരിച്ചു വന്ന് സസ്പെൻഷൻ ഓർഡർ തിരിച്ചുകൊണ്ട്. അന്ന് ഈ നേതാക്കന്മാരെ ഇവനെ ഒന്നും കണ്ടില്ലല്ലോ ഞാൻ. അന്ന് അവർക്ക് ഞാനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എൻ്റെ ഒരു സഹോദരിയെ പോലെ സ്നേഹിക്കുന്ന ഒരാളാണ്. ഞാൻ പറയും,
ഞാൻ പറഞ്ഞതിൽ അവർക്ക് വിരോധവുമില്ല. പക്ഷെ ഇയാളുടെ ഉദ്ദേശം എന്താ? വേറൊരു സ്ത്രീ, അത് കഴിഞ്ഞപ്പോൾ എന്താ ബിന്ദു, ഞാനവരെന്ന് പറഞ്ഞ് പ്രശസ്തയാക്കുന്നില്ല. ഫിസിയോതെറപ്പിക്ക് ആളെ വെച്ചിരുന്നല്ല, ഫിസിയോതെറപ്പിക്കുള്ള ഉപകരണം പിടിപ്പിക്കാൻ ഈ കെട്ടിടത്തിൽ സൗകര്യം ചെയ്തു. ഇപ്പോൾ പിടിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ പോയി നോക്കൂ. ഞാൻ വെറുതെ പറഞ്ഞു, ഇപ്പോൾ പിടിപ്പിച്ചിട്ടുണ്ട്. അത് പിടിപ്പിക്കാതിരുന്നതിന്റെ ദേഷ്യം ഫിസിയോതെറപ്പിക്ക് ഒരു മുറി ഉണ്ടാക്കി കൊടുത്തു, അത് തുറന്നു കൊടുത്തു, എക്സ്റേ തുറന്നു കൊടുത്തു. ബ്ലോക്ക് പഞ്ചായത്തിൽ 22 ലക്ഷം രൂപയ്ക്ക് എക്സ്റേ വെച്ചു, എക്സ്റേ ടെക്നീഷ്യനെ വെച്ചു. ഇതിന്റെ എല്ലാം പണം വരുന്നത് HMC-യിലേക്കാണ്, അല്ല ബ്ലോക്ക് പഞ്ചായത്ത് പൈസ എടുത്തുകൊണ്ട് പോകുന്നില്ല. അവിടെ അതിന്റെ തൊട്ടടുത്തായി ഫിസിയോതെറപ്പിക്ക് മുറി ഉണ്ടാക്കി. ഇപ്പം അതുണ്ടല്ലോ ആ മുറി, ഇപ്പം മുറിയിൽ ഉപകരണങ്ങൾ ഉണ്ടല്ലോ. അത് അടുക്കളയിൽ കൊണ്ട് കൂട്ടിയിരുന്ന് കിട്ടുന്നപ്പോൾ പറഞ്ഞു ആ മുറി കൊടുത്തപ്പോഴെന്താ ആ മുറിയിലേക്ക് ഉടൻ തന്നെ മാറ്റുക. മാറ്റി ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ എന്താ ഫിസിയോതെറപ്പിസ്റ്റ് ഇല്ല. ഒരു ഫിസിയോതെറപ്പിസ്റ്റിനെ HMC-ന്ന് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്ടറെ DMO-യെ ബന്ധപ്പെട്ട് ഒരു ഫിസിയോതെറപ്പിസ്റ്റിനെ വരുത്താം. സർക്കാർ ഫിസിയോതെറപ്പിക്കുള്ള ഉപകരണം തന്നു, ഞങ്ങൾക്കൊരു ഫിസിയോതെറപ്പിസ്റ്റിനെ തരണം എന്ന് ആവശ്യപ്പെട്ടാൽ തരില്ലേ? അത് എൻ്റെ ശ്രദ്ധയെ കൊണ്ടുവന്നാൽ ഞാൻ പറഞ്ഞു വാങ്ങിക്കില്ലേ? അല്ലെങ്കിൽ മന്ത്രിയോട് നമ്മൾ പറയില്ലേ? പിന്നെന്താ പറയുന്നത്? കൺസ്ട്രക്ഷൻ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ, അതിൽ അവർ വിഷമിക്കണ്ട. അവർ ഞാൻ പറഞ്ഞില്ല, എല്ലാ ഡോക്ടർമാർക്കും ഇരിക്കാൻ മനോഹരമായ AC ചെയ്ത മുറിയാണ്. പല പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പണിതെങ്കിൽ അവിടുത്തെ ഡോക്ടർമാർ എന്നോട് പറയാം, സാറേ ഞങ്ങൾക്കൊന്നും AC വെച്ച് തന്നില്ലല്ലോ എന്നാണ് പറയുന്നത്. ഇതൊക്കെ എന്താണെന്ന് ഞാൻ കൂടുതൽ വർത്താനം അവരെ കുറിച്ച് പറയാം. ഇവരുടെയൊക്കെ ഉദ്ദേശം അതിൻ്റെ അവസാനം മന്ത്രി മനസ്സിലാക്കണം. ഇതെല്ലാം കഴിഞ്ഞ് അവസാനം പറയുന്നുണ്ട്, ഇതൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി 108 പിന്നെ ഒരു 10, 150, 180 പിന്നെ ആയുർവേദ ഡോക്ടർമാരെ നിയമിക്കണം. എന്തിനാ? കക്കൂസ് എഴുതാനോ? ആയുർവേദ ഡോക്ടർമാരെ 150 വരെ രാജ്യത്ത് നിയമിച്ചാൽ ഈ ബാത്റൂമുകളും ഈ കെട്ടിടമൊക്കെ വൃത്തിയായിട്ട് കിടക്കുമെന്നാണ് പറയുന്നത്. അപ്പം പെരയ്ക്ക് തീ പിടിക്കുമ്പോൾ നാട്ടിൽ വെച്ചോലുണ്ട്, പെരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടി, എൻ്റെ വില കത്തിയാലും കുഴപ്പമില്ല, ആ സമയത്ത് അപ്പുറത്തേക്കുന്നവൻ്റെ വാഴ വെട്ടി അടിക്കാം എന്ന് ചിന്തിക്കുന്ന ചില അലവലാദികൾ, അവരെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. അവരെ കൊണ്ടൊന്നും ഒരു കാര്യം മനസ്സിലായി, ഈ സംഘടനക്കാരെ കൊണ്ടൊന്നും നമുക്കൊരു പ്രയോജനമില്ല. അമ്പിളി ഡോക്ടർ സസ്പെൻഷൻ അറിഞ്ഞ ഭാവം നടിക്കാത്തവരാ അന്ന്. എന്നെ അവർക്ക് എന്നോട് വിരോധമില്ല, എനിക്ക് അവരോട് സ്നേഹം തന്നെ. എനിക്ക് ആരോടും വിരോധമുള്ള ആളല്ല. ഞാൻ പറയാനുള്ളത് പറയും, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞാൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു കുഞ്ഞാണിത്. അതിനെ നശിപ്പിക്കാൻ ആരെയും അനുവദിക്കില്ല. ഇനിയും പറയും. ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഇവരുടെ പേരിലൊന്നും ഒരു നടപടി എടുക്കണ്ട, ക്ഷമിച്ചേക്കുക. നന്നാവാൻ എല്ലാവർക്കും അവസരമുണ്ട്. എല്ലാവരെയും നമുക്ക് കഴുത്തുവെട്ടി കളയാൻ പറ്റത്തില്ല, എല്ലാവരെയും സസ്പെൻഡ് ചെയ്ത് കളയാൻ പറ്റത്തില്ല. നമുക്ക് അവർക്കൊരു അവസരം കൂടി കൊടുക്കാം.